ഹലോ ഓൾ. അപ്പോൾ ഇന്ന് ഈ ടോക്ക് ഷോയിൽ എൻ്റെ കൂടെയുള്ളത് പ്രൊഫസർ ടി പ്രദീപ് സാറാണ്. അപ്പോൾ സാറ് ഒരു ഗ്ലോബലി അക്ലെയിംഡ് ആയിട്ടൊരു സയൻറ്റിസ്റ്റാണ്. മാത്രമല്ല ഇപ്പോൾ കറൻ്റ്ലി IIT മദ്രാസിലാണ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് സാറ്. സാറിൻ്റെ കൂടുതൽ വർക്ക്സും നാനോ ടെക്നോളജിയെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആൾക്കാർക്കും അതിലൂടെ ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല സാറിന് പറഞ്ഞ വളരെയധികം ബഹുമതിയേറിയ പുരസ്കാരങ്ങൾ കിട്ടിയ പത്മശ്രീ പോലുള്ള പുരസ്കാരങ്ങൾ കിട്ടിയ ആളാണ് സാർ. അപ്പോൾ സാറിനെ ഞാൻ ഈ ടോക്ക് ഷോയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും. വളരെ നല്ലത്, സന്തോഷം. വെൻ ലുക്കിംഗ് അറ്റ് യുവർ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട്സ്, അതായത് സാറിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, പിന്നെ പുറത്തും അത് പല പല യൂണിവേഴ്സിറ്റീസിലും അതുപോലെ റിസർച്ച് നടക്കുന്ന സ്ഥലത്തൊക്കെ വർക്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ ആൾക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡ്, പിന്നെ അവിടുത്തെ റിസോഴ്സുകൾ, ഈ ഫാക്ടേഴ്സൊക്കെ എങ്ങനെയാണ് സാറിൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ ഇപ്പം കാണുന്ന പോലെ ഒരു റിസർച്ചറെ വളർത്തിയെടുക്കാൻ സഹായിച്ചത്? തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഇടയായത് ഇവിടുത്തെ ടീച്ചേഴ്സാണ്. ഞാൻ കെമിസ്ട്രി എടുക്കാൻ കാരണം, അത് പഠിക്കാൻ കാരണം സെൻറ്റ് തോമസ് കോളേജിലെ പ്രസിദ്ധനായ കെമിസ്ട്രി അധ്യാപകൻ KP ആൻ്റണി ഉണ്ടായിരുന്നുകൊണ്ടാണ്. പിന്നെ പലരും ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ എന്താണെന്ന് പറയുക മെൻറ്റോർ, എൻ്റെ PhD അഡ്വൈസർ പ്രൊഫസർ CNR റാവു എന്നെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. അങ്ങനെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായത് ഇവിടുത്തെ അധ്യാപകരെ കൊണ്ടാണ്, ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷനുകളെ കൊണ്ടാണ്. പക്ഷേ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വിദേശ സർവകലാശാലകളും അവിടെ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ള ഇൻഫ്ലുവൻസസും വളരെയേറെ എന്നിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ശാസ്ത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ ഒരു വിശ്വപൗരനാണ്. ശാസ്ത്രം ഒരു പ്രപഞ്ചത്തെ മുഴുവൻ സംബന്ധിക്കുന്നതാണ്. അതുകൊണ്ട് ഇന്ത്യൻ സയൻറ്റിസ്റ്റ് എന്നോ അമേരിക്കൻ സയൻറ്റിസ്റ്റ് എന്നോ പറയുന്നതിലൊന്നും അർത്ഥമില്ല. നാട്ടിലൊക്കെ പറയുമ്പോൾ മലയാളി സയൻറ്റിസ്റ്റ് എന്ന് പറയുമെങ്കിലും സയൻറ്റിസ്റ്റ് ഗ്ലോബലാണ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നോക്കുമ്പോൾ ഇന്ന് ഞാൻ 26ഓളം രാജ്യങ്ങളിലുള്ള ശാസ്ത്രജ്ഞരുമായിട്ട് സംവദിക്കുന്നുണ്ട്, അവരുമായിട്ടുള്ള പേപ്പേഴ്സ് എഴുതുന്നുണ്ട്, അവരുമായിട്ടുള്ള പ്രോജക്ട്സ് ഉണ്ട്. അവിടേക്കുള്ള പല പല യൂണിവേഴ്സിറ്റികളുമായിട്ടുള്ള ബന്ധമുണ്ട്. ഇന്നിപ്പോൾ ലോകത്തിലൊരു യൂണിവേഴ്സിറ്റിയും അറിയാത്തതായിട്ടില്ല. അങ്ങനെ നമ്മുടെ സയൻസ് എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ, ഒരു എല്ലാ ഇടത്തും സർവ്വവ്യാപിയാണിത്. അതുകൊണ്ട് ഏത് സ്ഥലത്ത് പോയാലും നമ്മളെ അറിയാവുന്ന ഒരാളുണ്ടാവും. അത് സയൻസിൻ്റെ ഒരു പ്രത്യേകതയാണ്. സയൻസ് എന്ന് പറഞ്ഞുകൂടാ, മ്യൂസിക്കിൻ്റെയും ആർട്സിൻ്റെയും ഒക്കെ പ്രത്യേകതയാണ്. ക്രിയേറ്റീവ് ഫീൽഡിൽ ഏതിൽ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിലും ഇതൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അവരൊക്കെ എന്നെയും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അവിടേക്കുള്ള നല്ല കാര്യങ്ങൾ ജീവിതത്തിലേക്ക് പ്രാവർത്തിയാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ബ്രോഡ് സെൻസിൽ പറയുകയാണെങ്കിൽ എല്ലാവരും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലുള്ള ഏറ്റവും ട്രമൻഡസ്ലി ഇമ്പോർട്ടൻറ്റ് ഒരു മോട്ടിവേറ്റിംഗ് സ്പിരിറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലെ അധ്യാപകർ തന്നെയായിരുന്നു, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെയായിരുന്നു. ഓക്കെ സാറിപ്പം ഇന്ത്യയിലും വർക്ക് ചെയ്തിട്ടുണ്ട്, അബ്രോഡിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റിസർച്ച് അല്ലെങ്കിൽ അവിടുത്തെ പൊതുവേ ഒരു ആൾക്കാരുടെ ഈ സയൻറ്റിഫിക് ടെമ്പറിലേക്കുള്ളൊരു അപ്രോച്ച് അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് എന്ത് ഡിഫറൻസ് ആണ് സാറിന് ഫീൽ ചെയ്ത്? ഇവിടെ എന്തെങ്കിലും കുറെ കൂടെ മാറ്റം വരുത്തണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്, നിശ്ചയമായിട്ടും. ജീവിതത്തെ നിയന്ത്രിക്കുന്നത് പല വിദേശ രാജ്യങ്ങളിലും ശാസ്ത്രമാണ്. കാലാവസ്ഥ എങ്ങനെ ആവും എന്ന് അറിഞ്ഞുകൊണ്ടാണ് റോഡിലേക്ക് ഇറങ്ങുന്നത്. കുട കരുതുന്നത്, സൈക്കിൾ എടുക്കുന്നത് ഒക്കെ സയൻസിനെ ആസ്പദമാക്കിയാണ്. നാളത്തെ ട്രാവൽ എങ്ങനെ ആയിരിക്കണം, വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കണം, ഭക്ഷണം എങ്ങനെയായിരിക്കണം, നമ്മുടെ വ്യായാമം എങ്ങനെയായിരിക്കണം, ഇതൊക്കെയും നിശ്ചയിക്കുന്നത് സയൻസിൻ്റെ ഇൻഫ്ലുവൻസസ് അതിലുണ്ട്. പക്ഷേ ഇവിടെയുള്ള ജീവിതത്തിൽ സയൻസാണോ ഏറ്റവും വലിയ ഡോമിനൻ്റ് ഫാക്ടർ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് എനിക്ക് പറയേണ്ടി വരുന്നത്. ഇപ്പോൾ കുട്ടി ജനിക്കുകയാണെങ്കിൽ
തുടങ്ങി കല്യാണവും അങ്ങനെയുള്ള പല പല കാര്യങ്ങളാണ്. ജീവിതത്തെ നിയന്ത്രിക്കുന്നത് സയൻസാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ സയൻസ് അവിടെ ഉണ്ട്. നമ്മുടെ ഈ പറയുന്ന സംസാരത്തിലും ഈ പറയുന്ന എക്വിപ്മെൻറ്റിലും ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ സയൻസ് ഉണ്ട്. പക്ഷെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് സയൻസാണോ? പലരും വീട്ടിനകത്ത് ചെല്ലുമ്പോൾ അവർക്കൊക്കെ ജാതി വാല് ഉള്ളിലേക്ക് വരും, പുറത്തേക്ക് വരും. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ജാതി ചിലപ്പോൾ ഉണ്ടായില്ല എന്ന് വരും. എന്ന് തുടങ്ങി നമ്മുടെ സമൂഹത്തിലെ പല കാര്യങ്ങളെയും നിശ്ചയിക്കുന്നതിൽ ശാസ്ത്രത്തിന് അതീതമായ കാര്യങ്ങൾ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ സാർ ഈ വാട്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലിവിങ് തിങ്സിനായാലും നോൺ ലിവിങ് തിങ്സിനായാലും അവരുടെ എക്സ്റ്റൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഫാക്ടറാണ്. അപ്പോൾ സാറിൻ്റെ കൂടുതൽ വർക്കും അതിലാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിലേക്കൊരു ഇനീഷ്യേഷൻ സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു ഇനീഷ്യേഷൻ തോട്ട് ഉണ്ടായിരിക്കും, ഒരു സ്പാർക്ക് ഉണ്ടായിരിക്കില്ല. മാത്രമല്ല സാർ അതിലേക്ക് നാനോ ടെക്നോളജിയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു തോട്ട് എങ്ങനെയാണ് വന്നത് ശരിക്കും പറഞ്ഞു? വളരെ നല്ല ചോദ്യമാണ്. ഞാൻ നാട്ടിൻപുറത്താണ് വളർന്നത്. ഞാൻ റോട്ടിലെ പാടത്ത് വരമ്പിലെ വട്ടുരുട്ടി കൊണ്ടൊക്കെയാണ് എൻ്റെ സ്കൂള് കാലം പോയത്. 4 കിലോമീറ്റർ നടന്നിട്ടാണ് ഞാൻ സ്കൂളിലേക്ക് പോയത്, ഒരു വഴിക്ക്. അപ്പം അന്ന് പാടത്ത് പോകുമ്പോൾ വെള്ളം തട്ടിത്തെറിപ്പിച്ചിട്ടാണ് ചൂണ്ടലിട്ട് മീനിനെ പിടിച്ചിട്ടൊക്കെയാണ് നമ്മുടെ കുട്ടിക്കാലം പോയത്. അപ്പോൾ കുറേ അഡ്വാൻസ് സയൻസിലേക്ക് ചെന്നപ്പോൾ വെള്ളത്തെക്കുറിച്ച് ഞാൻ 2003, 2002 ആ കാലത്താണ് വെള്ളത്തിനെ കുറിച്ചുള്ള റിസർച്ച് തുടങ്ങുന്നത്. പക്ഷെ അതിനു മുമ്പുള്ള എൻ്റെ ജീവിതം മുഴുവൻ ഫണ്ടമെൻ്റൽ സയൻസിലായിരുന്നു. അപ്പോൾ ഒരിക്കൽ ഇങ്ങനെ ഒരു ചോദ്യം മനസ്സിൽ വന്നു. അന്ന് മാത്രമല്ല മുമ്പും വന്നിരുന്നു. അന്നാണിത് കൂടുതൽ തീവ്രമായിട്ട് വന്നത്. എന്താണ് ഈ സയൻസിൻ്റെ ഗുണം? എന്തെങ്കിലുമൊക്കെ നാട്ടിൽ ചെയ്യേണ്ടതല്ലേ? അതിൻ്റെ ഭാഗമായിട്ട് ഒരു തോട്ട് മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ ഒരു ഇഷ്യൂ എന്നെ വളരെയധികം ഉലച്ചു. അത് വെള്ളത്തിലുള്ള കീടനാശിനികളുടെ അമിതമായ അളവായിരുന്നു. അപ്പോൾ പെപ്സിക്കോളയിൽ ഇതുണ്ട്, കീടനാശിനികളുണ്ട്. അതുപോലെ എൻഡോസൾഫാൻ എന്ന് പറയുന്ന പ്രശ്നമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ അത് നാനോ ടെക്നോളജിയുമായിട്ട് എങ്ങനെ ബന്ധിപ്പിക്കാം, അതെങ്ങനെ നാനോ ടെക്നോളജി അതിന് ഉപകരിക്കാം, അതിന് പറ്റുന്ന പുതിയ വല്ലതും കണ്ടുപിടിക്കാൻ കഴിയുമോ എന്നന്വേഷിച്ചപ്പോഴാണ് എൻ്റെ ആദ്യത്തെ പേറ്റൻ്റ് ഉണ്ടാകുന്നത്. അതിനു മുമ്പ് എനിക്ക് പേറ്റൻറ്റുകളൊന്നും ഞാൻ എഴുതിയിട്ടില്ല. ഒരുപാട് പേപ്പർ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഞാനൊരു ആദ്യത്തെ റിസർച്ച് ലീഡിങ് ടു ട്രാൻസ്ലേഷണൽ സയൻസ്, അത് സംഭവിച്ചത് പെസ്റ്റിസൈഡുമായി ബന്ധപ്പെട്ട ഒരു ഗവേഷണമായിട്ടാണ്. അത് പേറ്റൻ്റ് ചെയ്യപ്പെട്ടു. അതിൻ്റെ ഭാഗമായിട്ട് ടെക്നോളജി ട്രാൻസ്ഫർ ഉണ്ടായി. ഒരു പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യപ്പെട്ടു. അത് ലോകത്തിലെ ആദ്യത്തെ നാനോ ടെക്നോളജി നാനോ കെമിസ്ട്രി ബേസ്ഡ് പെസ്റ്റിസൈഡ് ഒരു വാട്ടർ പ്യൂരിഫയർ ആണ് എന്ന രീതിയിൽ അത് മാർക്കറ്റ് ചെയ്യപ്പെട്ടു. അതൊക്കെ ഉണ്ടായി. അപ്പം അതിനുള്ള പ്രധാന കാരണം ഈ നാട്ടിൻപുറത്ത് വെള്ളത്തിൽ ഓടി നടന്നതാണ് എന്നാണ് എനിക്കിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ തോന്നുന്നത്. ആ ഒരു എൻവയറമെൻറ്റ്, ഈ നെല്ലിൻ തണ്ട് മണക്കും വഴികൾ എന്ന് പറയില്ലേ, അപ്പോൾ ഈ നെല്ലിൻ തണ്ട് മണക്കുന്ന വഴി നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുന്നത് കൊണ്ട് എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു ഉള്ളത് കൊണ്ട് അങ്ങനെ ഒരു ഇഷ്യൂ കണ്ടപ്പോൾ എൻ്റെ ശാസ്ത്രം അതിനെങ്ങനെ ഉപകരിക്കാം എന്ന് സ്വാഭാവികമായി ഞാൻ ചോദിച്ചു. അപ്പോൾ ഒരു സോഷ്യൽ അവെയർനെസ് മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാൾക്ക് ഉണ്ടാകാവുന്ന ഒരു ട്രാൻസ്ഫോർമേഷനാണ് എനിക്കുണ്ടായത്. അതിന് ഈ പെസ്റ്റിസൈഡ്സ് ഇൻ വാട്ടർ എന്നതൊരു നിമിത്തമായി. ആ ഒരു നിമിത്തം എൻ്റെ സയൻസിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ ഉള്ള കാരണം എൻ്റെ സൊസൈറ്റൽ എൻഗേജ്മെൻ്റ് ആയിരുന്നു എന്നാണ് എനിക്കിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ തോന്നുന്നത്. അത് ഇതിന് മാത്രമല്ല, സംസാരിച്ച കാര്യത്തിലുമൊക്കെ ഉണ്ട്. എല്ലാറ്റിലും ഒരു സോഷ്യൽ അവെയർനെസ് ഉണ്ട്.
നമ്മൾ സംസാരിക്കുന്നില്ലേ, ഇതിൽ കൂടുതൽ ഇതിലും അതുണ്ട്. ഇല്ലെങ്കിൽ ഇപ്പം എന്തിനാണ് ഞാൻ അവിടെ വന്നിരിക്കണേ? ഓക്കെ, സാറിൻ്റെ ലൈഫിൽ വന്നൊരു അല്ലെങ്കിൽ സാറിന് കിട്ടിയൊരു അവസരമാണ് ഈ വാട്ടറിലുള്ള ക്രൈസിസ് ഒക്കെ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ യങ് സയൻറ്റിസ്റ്റുകൾക്ക് അപ്പോൾ സാറ് ഇൻസിസ്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യമുണ്ട്? ഇതുപോലെ തന്നെ വേറെ പെർസിസ്റ്റ് ചെയ്യുന്ന കുറേ ക്രൈസിസ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഈ വളർന്നു വരുന്ന സയൻറ്റിസ്റ്റുകൾക്ക് അവരവരുടെ സ്കിൽസും അവരുടെ നോളജൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ഒരു ക്രൈസിസ് സോൾവ് ചെയ്യണമെന്ന് സാറ് ഇൻസിസ്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ ഇതല്ലാതെ? ഇന്ന ഒരു കാര്യം നിങ്ങൾ പോയി ചെയ്യൂ എന്ന് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ അതിൻ്റെ ഓപ്പോസിറ്റേ ചെയ്യൂ. അപ്പോൾ അതുകൊണ്ട് ഞാനത് വിഷ്ണുവിനോട് പോയിട്ട് മോനെ ഇത് ചെയ്യൂ എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ലോകത്ത് ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട്. ഈ പ്രശ്നങ്ങൾക്കൊക്കെയും ചിലപ്പോൾ സയൻസ് ഉപകാരപ്രദമായേക്കാം. എൻ്റെ എക്സാമ്പിൾ ഇതാണ്. യു പിക്ക് യുവർ ഓൺ. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് പ്രശ്നങ്ങളുടെ പെരുമഴയാണ് ഇവിടെ ഉള്ളത്. പ്രശ്നങ്ങളുടെ പെരുമഴയാണ്. റോട്ടിലിറങ്ങിയാൽ മതി പെരുമഴ കാണാൻ, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ആലോചിച്ചാൽ പെരുമഴയുണ്ട്. അപ്പോൾ എന്ത് വേണമെങ്കിലും നിങ്ങൾ കണ്ടെത്തിക്കോളൂ. ശാസ്ത്രം ഇന്ന് ഒരു വയബിളായിട്ടുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ ശാസ്ത്രം സന്നദ്ധമാണ്. നമ്മുടെ രാജ്യം സന്നദ്ധമാണ്. അതിൻ്റെ ഒരു എൻവയറമെൻ്റ് ഇന്ന് ഇവിടെ ഉണ്ട്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിന് റെഡിയാണ് എന്നൊരു മെസ്സേജാണ് എൻ്റെ ജീവിതം കൊണ്ട് ഉണ്ടായിട്ടുള്ളതെന്നാണ് ഞാൻ കരുതുന്നത്. ഇതൊന്നും ഇല്ലാത്തൊരു അറ്റ്മോസ്ഫിയറിലായിരുന്നു ഞാൻ ജീവിച്ചത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഒന്നും ഉണ്ടാക്കിയല്ലോ. ഒരാൾക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിഞ്ഞുവല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അതിനേക്കാൾ കൂടെ എത്രയോ കഴിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനും ഈ പറയുന്ന ഇങ്ങനെയുള്ളൊരു അറ്റ്മോസ്ഫിയർ ഒന്നും എനിക്ക് എൻ്റെ കോളേജ് കാലത്ത് ആലോചിക്കാൻ തന്നെ കഴിയുമായിരുന്നില്ല. അന്ന് മൊബൈൽ ഫോണില്ല. അന്ന് എൻ്റെ വീട്ടിൽ ആദ്യം ടേപ്പ് റെക്കോർഡർ വരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ആദ്യം സൈക്കിൾ കിട്ടുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെയൊക്കെയുള്ളൊരു എൻ്റെ മണ്ണെണ്ണ വിളക്കിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ആ ഒരു കാലത്തിൽ നിന്ന് ഇങ്ങനത്തെ ഒരു കാലത്തിലേക്ക് എത്തിയല്ലോ. ഈ 30 വർഷം കൊണ്ട് അടുത്ത 30 വർഷം 40 വർഷം കൊണ്ട് തനിക്കൊക്കെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുടെ വ്യാപ്തി ആലോചിച്ച് കഴിഞ്ഞാൽ വളരെ വലുതാണ്. അതൊരു മോട്ടിവേറ്റഡ് സ്റ്റുഡൻറ്റിന് അത് വലിയ ട്രമൻഡസ് എന്താ പറയുക ഒരു ഇൻഫ്ലുവൻസിങ് ഫാക്ടറായിട്ട് വരും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ സാറേ, ഇപ്പോൾ എൻ്റെ ഒരു കേസ്, ഞാനിപ്പോൾ ഇവിടെ കറൻറ്റ്ലി MSc പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ ഒരിക്കലും എൻ്റെ ഫീൽഡ് കെമിസ്ട്രി ആണെന്നും പറഞ്ഞ് വന്നതല്ല. അപ്രതീക്ഷിതമായിട്ട് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത്. പക്ഷേ ഇപ്പം നോക്കുവാണെങ്കിൽ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാറിൻ്റെ ഏകദേശം ഒരു ലൈഫ് ആർക്ക് എന്ന് പറഞ്ഞാൽ ഇതേ രീതിയാണോ, അതോ പണ്ട് മുതലേ എനിക്ക് ഇതാണ് എൻ്റെ ഫീൽഡ് എന്ന് പറഞ്ഞ് ആയിരുന്നോ സാറിൻ്റെ ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട്? അല്ല, ഞാനൊരു രാഷ്ട്രീയക്കാരനായിരുന്നു. പക്ഷേ എൻ്റെ താല്പര്യം സാഹിത്യത്തിലായിരുന്നു. മലയാളം ലിറ്ററേച്ചറിലായിരുന്നു എൻ്റെ താല്പര്യം. അങ്ങനെ ഞാൻ MA പഠിക്കണം എന്നാണ് എൻ്റെ വിചാരം ഉണ്ടായിരുന്നത്. മലയാളത്തിൽ എഴുത്തുകാരനാവണം എന്നായിരുന്നു താല്പര്യം. കുട്ടിക്കാലത്ത് പത്രത്തിലൊക്കെ എഴുതുമായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ മലയാളത്തിന് വലിയ മാർക്കൊക്കെ കിട്ടുകയും, ഞാൻ കെമിസ്ട്രിയാണ് പഠിച്ചത്. പക്ഷേ മലയാളം ലാംഗ്വേജ് ഉണ്ടല്ലോ, ആ ലാംഗ്വേജ് വലിയ മാർക്ക് കിട്ടുകയൊക്കെ ചെയ്തപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഫെലോഷിപ്പൊക്കെ കിട്ടി. അപ്പോൾ മലയാളത്തിൽ MA എടുക്കാം എന്നായിരുന്നു ഉദ്ദേശം. അപ്പോൾ അച്ഛൻ പറഞ്ഞു, മലയാളം പഠിച്ചാൽ ഭക്ഷണം കിട്ടുമോ എന്നുറപ്പില്ല, അതുകൊണ്ട് ഈ ഭക്ഷണം കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ പഠിച്ചു. അങ്ങനെയാണ് കവിതയാണ് എൻ്റെ താല്പര്യം ഉണ്ടായിരുന്നത്. കവിതയോട് അടുത്ത് നിൽക്കുന്നത് എന്താണ് എന്നാലോചിച്ചപ്പോഴാണ് അതിനോട് അടുത്ത് നിൽക്കുന്നതാണ് കെമിസ്ട്രി എന്ന് തോന്നിയത്. അങ്ങനെ രസതന്ത്രം എന്ന് പറയുന്നതിന് ഒരു വലിയ റൊമാൻറ്റിക് മൂഡുള്ളത് കൊണ്ട് ആണ് ഞാൻ രസതന്ത്രം പഠിക്കാൻ വന്നത്. അപ്പോൾ സാറ് ഈ പറഞ്ഞ പോലെ ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നില്ലെങ്കിൽ ഒരു പോയറ്റ് ആയനെ എന്നാണ്? അതെ, സത്യമായിട്ടും അങ്ങനെ ആയിരുന്നു. ഓക്കെ സാർ. സാറിൻ്റെ അമൃത് സിസ്റ്റം, അത് അഴ്സനിക് റിമൂവ് ചെയ്യുന്ന സിസ്റ്റത്തെ പറ്റി ഞാൻ അധികം വായിച്ചില്ല. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എങ്ങനെയാണ് ഒരു ഇനിഷ്യൽ തോട്ട് ആയിരിക്കുമല്ലോ, പിന്നെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തൊരു ടെക്നോളജി ആയിട്ട് മാറിയത്. അപ്പോൾ ആ ഒരു ജേണി, ആ പ്രോസസ്സ് ഒന്ന്. ഇപ്പോൾ വെള്ളത്തിൽ ആർസനിക് ഉണ്ട് എന്ന് കുറേ കാലമായിട്ട് നമുക്കറിയാം. പക്ഷേ ഇങ്ങനെ ഒരു ആർസനിക് ഉണ്ടെങ്കിൽ അത് എങ്ങനെ ആർസനിക് മാത്രം നുള്ളി എടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും പറ്റുമോ?
വേറെ ഒന്നും എടുക്കണ്ട, ആർസെനിക് മാത്രം എടുത്താൽ മതി. അതിന് പറ്റുന്നത് ഒരു നാനോ മെറ്റീരിയൽസ് ആയിരിക്കും എന്നെനിക്ക് തോന്നി. ഇങ്ങനെ സ്പെസിഫിക് കപ്പാസിറ്റി ഉള്ള നാനോ മെറ്റീരിയൽസ് ഉണ്ടാക്കാൻ പറ്റുമോ, അങ്ങനെ ആണെങ്കിൽ ഇത് കഴിയും. അങ്ങനെ അത് എൻ്റെ പിന്നാലെ പോയി. അങ്ങനെ അത് മെറ്റീരിയൽസ് പലതും ഉണ്ടാക്കുകയും ടെസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു. സ്പാർക്ക് എന്ന് പറയുന്നത് മെറ്റീരിയൽസിന് സോൾവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളില്ല എന്ന ഒരു ഉറച്ച വിശ്വാസമുള്ള ആളാണ് ഞാൻ. ലോകത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും അതിൻ്റെ സൊല്യൂഷൻസ് മെറ്റീരിയൽസാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. കസേര ആയിക്കൊള്ളട്ടെ, ലൈറ്റ് ആയിക്കൊള്ളട്ടെ, എല്ലാറ്റിനുമുള്ള സൊല്യൂഷൻ മെറ്റീരിയൽസാണ്. അപ്പോൾ അതിലുള്ളൊരു കപ്പാസിറ്റി ഉണ്ട് എന്നെനിക്ക് തോന്നിയത് കൊണ്ട് ആ വഴിക്ക് പോയി. പക്ഷെ അത് പല വഴിക്കും ആലോചിക്കാമായിരുന്നു. വെള്ളത്തിൽ പോയതെന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ സമൂഹത്തിന് ഇന്ന് ഏറ്റവും ആവശ്യമായ ഒരു ടെക്നോളജിക്കൽ റെമഡി വെള്ളത്തിലാണ് വേണ്ടത്. അത് ഇലക്ട്രോണിക്സിലും ഡേറ്റ സയൻസിലും ഒക്കെ ആവശ്യമാണ്. പക്ഷേ വെള്ളത്തിലാണ് ഫണ്ടമെൻ്റൽ ഒരു അടിസ്ഥാനപരമായിട്ട് മനുഷ്യന് ആവശ്യമായ ചില കാര്യങ്ങളുണ്ട്. അതിൽ വെള്ളം പ്രധാനമാണ്. അതുകൊണ്ട് വെള്ളത്തിൽ വർക്ക് ചെയ്തു എന്നേ ഉള്ളൂ. ഈ പൊല്യൂട്ടൻസ് പറയുമ്പോൾ പലതരം പൊല്യൂട്ടൻസ് ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ ഓരോന്നും അതിൻ്റെ നേച്ചർ അനുസരിച്ച് അതിൻ്റെ ബിഹേവിയർ ഡിഫറെൻ്റ് ആയിരിക്കും. ഞാൻ വിചാരിക്കുന്ന ഇതേ ഒരു ഡിഫറൻസ് അതിൻ്റെ റിമൂവിങ് പ്രോസസ്സിലും ഉണ്ടായിരിക്കും. അപ്പോൾ ഉള്ളതിൽ ഏറ്റവും ടഫായിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ ഡിഫിക്കൽട്ടായിട്ട് തോന്നിയത് ഏതാണ്, അല്ലെങ്കിൽ അതിനെങ്ങനെയാണ് ഓവർകം ചെയ്തത്? എല്ലാറ്റിൻ്റെയും സൊല്യൂഷൻസ് മെറ്റീരിയൽസ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ എല്ലാ കണ്ടാമിനൻസിനും പറ്റുന്ന മെറ്റീരിയൽസ് ഇന്ന് നമ്മുടെ ഇല്ല. അത് ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. അങ്ങനെ ആലോചിക്കുമ്പോൾ ഏതാണ് ആ ടഫസ്റ്റ് മെറ്റീരിയൽ, റിമൂവ് ചെയ്യാൻ കഴിയാത്തത് എന്ന് ചോദിച്ചാൽ, ഇന്ന് വെള്ളത്തിൽ ഉള്ള നൈട്രേറ്റ് റിമൂവ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഇന്ന് വളരെ കുറവാണ്. ഫ്ലൂറൈഡ് റിമൂവ് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ കുറവാണ്. അങ്ങനെ ഇന്നിപ്പോൾ PFOA എന്ന് പറയുന്ന പെർഫ്ലൂറിനേറ്റഡ് ആൽക്കൈൽ സബ്സ്റ്റൻസസ് എന്ന് പറയുന്ന കുറേ സാധനങ്ങളുണ്ട്. ഹൈഡ്രോ കാർബൺസിൽ എല്ലാ ഹൈഡ്രജനെയും മാറ്റിയിട്ട് ഫ്ലൂറിൻ വയ്ക്കുന്നത്. ഇങ്ങനെയുള്ള പല മോളിക്യൂൾസും പുതുതായിട്ട് കണ്ടെത്തുകയും അതിനൊക്കെ ഉള്ള സൊല്യൂഷൻസ് അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനൊന്നും നമ്മൾക്ക് വേണ്ട കോസ്റ്റ് ഇഫക്റ്റീവായ മെറ്റീരിയൽസ് ഇല്ല. മെറ്റീരിയൽസ് ഉണ്ട്, പക്ഷെ കോസ്റ്റ് ഇഫക്റ്റീവായ ടെക്നോളജിക്കലി ഇംപ്ലിമെൻ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഇല്ല. അപ്പോൾ ആ വഴിക്ക് അന്വേഷിക്കേണ്ടതാണ്. ഇപ്പോൾ നോക്കൂ, ഇത് ഒരു പ്രോബ്ലമാണ്. ഇതിൻ്റെ മറുവശമുണ്ട്. ഡൽഹിയിലെ ആൾക്കാർ ഇന്ന് വലിയ പ്രശ്നങ്ങൾ, പൊല്യൂഷൻ അനുഭവിക്കുന്നുണ്ടല്ലോ. ഇതിൻ്റെ സൊല്യൂഷൻ എന്താണ്? അതും മെറ്റീരിയൽസ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പലതരത്തിലുള്ള സൊല്യൂഷൻസും ആവശ്യമാണ്. വെള്ളത്തിൽ ആവശ്യമായി വരുന്ന ചില സൊല്യൂഷൻസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇതേ ടെക്നോളജി തന്നെ മറ്റു പലതിലെയും ഉപയോഗിക്കേണ്ടതായിട്ട് വരും. വേസ്റ്റ് വാട്ടർ, അത് വലിയ സബ്ജക്റ്റാണിത്. ഡീസലിനേഷൻ വളരെ വലിയൊരു സബ്ജക്റ്റാണ്. ഇതിലൊക്കെയും മെറ്റീരിയൽസിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ ഈ ആവശ്യങ്ങൾക്കൊക്കെയും ഉപയുക്തമായ മെറ്റീരിയൽസ് വേണമെന്ന് വെച്ചാൽ അതൊക്കെയും കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കണം. അത് എൻവയറമെൻ്റലി സസ്റ്റൈനബിൾ ആയിരിക്കണം. ആ വഴിക്കൊക്കെ ആദ്യമേ ആലോചിച്ചു എന്നുള്ളതാണ് എൻ്റെ ടെക്നോളജിയുടെ സക്സസ് എന്ന് എനിക്ക് തോന്നുന്നത്. സാർ ഒരു സൈഡിൽ നോക്കുമ്പോൾ സാർ ഒരു ഗ്ലോബലി അക്ലൈംഡ് സയൻറ്റിസ്റ്റാണ്. അറ്റ് ദ സെയിം ടൈം സാർ ഒരു ടീച്ചർ കൂടെയാണ്. അപ്പം ഞാൻ നോക്കുവാണെങ്കിൽ ഇത് രണ്ടിനും പേഷ്യൻസ് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് വേണ്ട ഒരു റോൾസാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് രണ്ടും ഈക്വലി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത്? എപ്പോഴെങ്കിലും ഇതൊരു ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ഒന്നിലേക്ക് കോൺസെൻട്രേറ്റ് കൂടുതൽ ചെയ്യാം, അല്ലെങ്കിൽ മറ്റേത് ഇപ്പോൾ തൽക്കാലം വേണ്ട എന്നങ്ങനെ തോന്നിയിട്ടുണ്ടോ? എല്ലാം ഒന്ന് തന്നെയാണ്. ഞാൻ ഇത് റിസർച്ചിൻ്റെ ഒപ്പം ടീച്ചിങ് ഉണ്ട്, ടീച്ചിങ്ങിൻ്റെ ഒപ്പം എഴുത്തുണ്ട്, എഴുത്തിൻ്റെ ഒപ്പം ഈ പറയുന്ന സംസാരങ്ങൾ പലയിടത്ത് പോകുന്നുണ്ട്, അതിനൊപ്പം യാത്രയുണ്ട്, ബുക്ക് റൈറ്റിംഗ് ഉണ്ട്, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. എല്ലാം കൂടി ചേരുമ്പോഴാണ് നമ്മളൊരു മനുഷ്യനാകുന്നത്. ഭാഗ്യവശാൽ എനിക്കിതിനൊക്കെ സഹായിക്കാൻ പറ്റുന്ന ആൾക്കാർ വളരെ എൻ്റെ ഒപ്പം തന്നെ ഉള്ളത് കൊണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ബാങ്ക് ബാലൻസ് എന്താണെന്ന് എനിക്കറിയില്ല, ഞാനത് നോക്കേണ്ട ആവശ്യമില്ല. എനിക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്, അതിൻ്റെ ഒരു ട്രമൻഡസ് അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ടുണ്ട്.
എനിക്കൊരു ഫാൻറ്റാസ്റ്റിക് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. എനിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്താവുന്ന എനിക്ക് പറ്റുന്ന എൻ്റെ ഒരു ഭാര്യയുണ്ട്. ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ പോകണമെന്ന് മാത്രം. എൻ്റെ അച്ഛനും അമ്മയും നിന്നോടൊന്നും ചോദിച്ചില്ല എന്തെങ്കിലും തരണം എന്നോ ഇത് എല്ലാ മാസവും ഇത് കൊടുത്തോളണമെന്നോ ഇല്ല. അങ്ങനെ ഐ ഹാഡ് ട്രമെൻഡസ് ഫ്രീഡം. ഐ കണ്ടിന്യൂ ടു ഹാവ്. അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ നാനോ ടെക്നോളജി പറഞ്ഞാൽ എനിക്കെപ്പോഴും ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നി. കാരണം അതിൽ ഞാൻ അധികം പഠിച്ചിട്ടില്ലെങ്കിലും ഞാൻ കുറച്ച് ബ്രീഫ് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ബൾക്കിൽ നിന്ന് നാനോ റേഞ്ചിലേക്ക് വരുമ്പോഴത്തേന് ഈ പ്രോപ്പർട്ടീസ് ഡിഫറെൻ്റ് ആവുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്കും ഈ പുതിയ തലമുറയ്ക്കും അതായത് അതിനെപ്പറ്റി എങ്ങോട്ടാണ് ഈ നാനോ ടെക്നോളജി ഇപ്പോൾ വളർന്ന് എത്തി നിൽക്കുന്നത്, അതിൽ വരുന്ന പുതിയ ഗവേഷണങ്ങൾ എന്താണ്, ഇപ്പോൾ ഈ എങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എനിക്ക് എങ്ങനെ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം, അപ്പോൾ ഏതൊരു പോയിന്റിലാണ് ഇപ്പോൾ നാനോ ടെക്നോളജി എത്തി നിൽക്കുന്നതെന്ന് അറിഞ്ഞാൽ കൊള്ളാറുണ്ട്. അതൊരു വലിയ സബ്ജക്റ്റാണ്. എവിടെയാണ് കറണ്ട് നാനോ ടെക്നോളജി ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ സംഹരിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സബ്ജക്റ്റിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നാനോ ടെക്നോളജി. അതൊരു ഒറ്റയ്ക്കുള്ള സബ്ജക്റ്റല്ല. കെമിസ്ട്രീനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പോലെ ഫിസിക്സിനെയും ബയോളജിയെയും എല്ലാറ്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ താല്പര്യം എന്താണ്? ഇപ്പോൾ വെള്ളത്തിലാണോ താല്പര്യം എന്ന് വെച്ചാൽ അതിൽ നാനോ ടെക്നോളജി ഉപയോഗിക്കാം. അതോ നിങ്ങൾക്ക് കറ്റാലിസിസിലാണോ താല്പര്യമെങ്കിൽ അത് കറ്റാലിസിസ് ഉപയോഗിക്കാം. അതോ ഡേറ്റ സ്റ്റോറേജിലാണോ താല്പര്യം എന്ന് വെച്ചാൽ ലൈറ്റിങ്ങിലാണോ, പല കാര്യങ്ങളിലും അത് ഉപയോഗിക്കാം. നിങ്ങൾക്ക് എന്താണ് താല്പര്യം എന്ന് നിങ്ങൾ അന്വേഷിക്കണം. അപ്പം അതിനുള്ള പ്രധാന കാര്യം എന്ന് പറയുന്നത് എങ്ങനെ അന്വേഷിക്കുക? ആ സബ്ജക്റ്റിനെ കുറിച്ച് നമുക്ക് അറിയണം. അപ്പോൾ ഇഫ് യു വാണ്ട് ടു ഡു ആസ് എ കെമിസ്റ്റ്, ദ ഫസ്റ്റ് തിങ് ദാറ്റ് യു നീഡ് ടു ഡു ഇസ് ടു ബിക്കം എ കെമിസ്റ്റ്. നിങ്ങൾക്ക് അറിയേണ്ടതായ കാര്യങ്ങൾ, കെമിസ്ട്രിയിൽ അറിയേണ്ടതായ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ അറിയണം. അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ നാനോ ടെക്നോളജി ഏത് നാനോ ടെക്നോളജിയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് അതിന് ശേഷമാണ്. എന്നാൽ ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാം. കെമിസ്ട്രി എന്ന് പറയുന്നതും വളരെ വലിയ വിശാലമായൊരു ശാന്തസമുദ്രമാണല്ലോ ഇത്. അപ്പോൾ അത് മുഴുവൻ പഠിക്കാൻ പറ്റില്ല. അപ്പോൾ അറിയേണ്ടതായ ചില ബേസിക് ഫണ്ടമെൻ്റൽ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം മറ്റതിലേക്ക് പോവുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്തൊക്കെയാണ് നാനോ ടെക്നോളജി ചെയ്യണതെന്ന് ചോദിച്ചാൽ എല്ലാ രംഗത്തും നാനോ ടെക്നോളജിയുടെ അഭൂതപൂർവമായിട്ടുള്ള വളർച്ച ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഡ്രഗിനെ കുറിച്ചാണെങ്കിൽ ഡ്രഗ് ഡെലിവറി ആയാലും മെക്കാനിസം ആയാലും ഡിറ്റക്ഷൻ ആയാലും തെറാപ്പി ആയാലും അങ്ങനെ ഒരു വഴിക്ക് പോകുന്നു. കെമിസ്ട്രി ആണെന്ന് വെച്ചാൽ കെമിസ്ട്രിയുടേതായ പുതിയ തരത്തിലുള്ള കെമിക്കൽ ബോണ്ടിൻ്റെ വികാസവും പുതിയ തരത്തിലുള്ള നാനോ മെറ്റീരിയൽസ് വികാസവും പുതിയ തരത്തിലുള്ള പോളിമേഴ്സ് ആയാലും ഇങ്ങനെ പല രീതിയിൽ അത് വികസിച്ചു വരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എല്ലാറ്റിലും അതിൻ്റേതായ വികാസമുണ്ട്. അപ്പോൾ നോക്കൂ, നമ്മൾ മരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുമ്പിൽ ഒരു മരത്തിൻ്റെ പലകയുണ്ട്. ഇതിലും നാനോ ടെക്നോളജി ഉണ്ട്. സിന്തറ്റിക് മരം ഉണ്ടാക്കാൻ പറ്റുമോ എന്നാലോചിക്കുന്നുണ്ട് ആൾക്കാർ. ഈ മരത്തിൽ തന്നെ കൂതിയ ഓർഡിനറി ആയിട്ട് ദ്രവിച്ചു പോകുന്ന മരം എങ്ങനെ മാറ്റാം? അത് എങ്ങനെ ഒരു ടീക്കൂട്ട് രൂപത്തിലേക്ക് മാറ്റാം? ആൾക്കാർ അതേപ്പറ്റി ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ രംഗത്തും ഇത് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ മെറ്റൽ കാണുന്നുണ്ട്. ഈ മെറ്റലിൽ എങ്ങനെ കൂടുതൽ ടഫ്നെസ് ഉണ്ടാക്കാം, അതിൻ്റെ ഡെൻസിറ്റി കുറച്ചിട്ട് അതേസമയം അതിൻ്റെ സ്ട്രെങ്ത് കൂട്ടിയിട്ട് എങ്ങനെ മെറ്റീരിയൽസ് ഉണ്ടാക്കാം, നാനോ ടെക്നോളജി അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ വാട്ട് ഐ എം ട്രൈങ് ടു സേ ഈസ് ദാറ്റ് ഏത് മേഖലയിലാണോ നമുക്ക് താല്പര്യം ആ മേഖലയിലുള്ള നാനോ ടെക് വികാസമാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഒന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം, എല്ലാത്തിലും ഉണ്ട് ഈ സാധനം. എല്ലാറ്റിലും ഉണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന സോപ്പിലായാലും ഷാമ്പൂലായാലും മരുന്നിലായാലും ക്ലോത്തിലിങ്ങിലായാലും ഡൈയിലായാലും എല്ലാറ്റിലും ഈ സാധനം ഉണ്ട്. പക്ഷേ ഇനി ഇതൊക്കെയാണോ അതിൻ്റെ എൻഡ്? അല്ല. ഇനിയും എത്രയോ വികസിക്കാനിരിക്കുന്നു. ഇപ്പം ഞാൻ കുട്ടിക്കാലത്ത് പറഞ്ഞില്ലേ, അപ്പുറത്ത് വീട്ടിലുള്ള ആരെയും വിളിക്കണം എന്ന് വെച്ചാൽ പോയി വിളിക്കണമായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഫോണിൽ വിളിച്ചാൽ അമേരിക്കയിലുള്ള എൻ്റെ മകനുമായിട്ട് സംസാരിക്കാം, വീഡിയോയിൽ സംസാരിക്കാം. പക്ഷെ ഇതിനപ്പുറം
എന്തൊക്കെ പോസിബിളാണെന്ന് ആലോചിച്ചാൽ ഈ പോസിബിലിറ്റിയാണ് നമ്മുടെ മുമ്പിൽ ആമസോൺ കൊണ്ടുവന്നത് ഇല്ലേ? നമ്മൾ ക്ലോത്തിങ് ആവശ്യം നമുക്ക് ആർക്കും പക്ഷേ കടയിൽ പോവാതെ പർച്ചേസ് ചെയ്യാം അല്ലേ? കടയിൽ പോവാതെ നമുക്ക് ഭക്ഷണം കിട്ടും ഇല്ലേ? ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഉണ്ടായില്ലേ? ഇതിനേക്കാൾ അപ്പുറത്ത് ഈ എക്സ്പീരിയൻസ് ഒക്കെ ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയൊരു രോഗം വരാൻ പോകുന്നു ഇല്ലേ? അതിലൊക്കെ നാനോ ടെക്നോളജി ഉണ്ടോ? ഉണ്ട്. സാറിൻ്റെ ലൈഫിൽ കുറേ അധികം അച്ചീവ് ചെയ്തിട്ടുണ്ട്. സാറിന് ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡും കിട്ടി. അപ്പോൾ ഇനി എന്താണ് സാറിന് ബാക്കിയായിട്ട് എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ തോന്നുന്നുണ്ടോ? എനിക്കിത് ഇതും കൂടെ കിട്ടാനുണ്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തൊരു? നോക്കൂ, ഞാനൊരു കോണിപ്പടിയിൽ നിൽക്കുന്ന മനുഷ്യനാണ്. ഒരു കോണിയിൽ കയറിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇതൊരു ഇൻഫിനിറ്റ് കോണിയാണ്. ഓക്കെ. ഇത് ആ കോണിപ്പടിയിൽ കയറിക്കൊണ്ടേയിരിക്കുകയാണ്. അത് ശാസ്ത്രത്തിൻ്റെ എല്ലാ രംഗത്ത് പ്രവർത്തിക്കുന്നവരും ഇങ്ങനെ തന്നെയാണ് ശാസ്ത്രത്തെ കാണേണ്ടത്. ഞാൻ കെമിസ്ട്രി പഠിച്ചോ? ഇല്ല, പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? വെള്ളം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നാനോ ടെക്നോളജി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നല്ലാതെ കോൺട്രിബ്യൂഷൻ അവസാനമില്ല. സാറിൻ്റെ ഇപ്പം നടക്കുന്ന വർക്കുകൾ എന്തൊക്കെയാണ് സാർ? ഇപ്പോൾ എന്താണ് അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്നതല്ല, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ്? ഇപ്പോൾ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. കാരണം അത് ബാക്കിയുള്ളവർക്കും ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കുമല്ലോ. അപ്പം ഇന്ന് ഞാൻ ഇവിടെ സംസാരിച്ച 2-3 കാര്യങ്ങൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. ഒന്ന്, ചെറിയ വെള്ളത്തുള്ളികൾക്കുള്ളിൽ ചെറിയ 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 വെള്ളത്തുള്ളികൾക്കകത്ത്, സൂക്ഷ്മമായ വെള്ളത്തുള്ളികൾക്കകത്ത് നടക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് സംസാരിച്ചത്. അപ്പോൾ അത് പറഞ്ഞതെന്ന് വെച്ചാൽ മണൽത്തരി എന്ന് പറയുന്നത് വളരെ വളരെ കാഠിന്യമുള്ളതാണ് മണൽത്തരി. അത്തരം കാഠിന്യമുള്ള മണൽത്തരിയെ ഈ വെള്ളത്തുള്ളിയുടെ ഒരു ചെറിയ തുള്ളി കൊണ്ട് പല കഷ്ണങ്ങളായിട്ട് മുറിക്കാം എന്നാണ് ഞാൻ ഇന്ന് സംസാരിച്ചത്. അപ്പം എന്താ അതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ, ലോകത്തിൽ എങ്ങനെയാണ് മണ്ണുണ്ടായത്, പ്രകൃതിയിൽ എങ്ങനെ മണ്ണുണ്ടായി എന്നതിനെക്കുറിച്ചുള്ളൊരു പുതിയ അന്വേഷണമാണിത്. അങ്ങനെ പുതിയ മണ്ണെങ്ങനെ ഉണ്ടായി എന്ന്, പാറകളിൽ നിന്ന് പൊടിഞ്ഞങ്ങനെ മണ്ണുണ്ടായി എന്ന് പുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല ഉണ്ടായിട്ടുണ്ടാവുക, ഇങ്ങനെ ആയിരിക്കാം എന്നൊരു പുതിയ കണ്ടെത്തലാണിത്. അതിനെന്താ ഗുണം? മണ്ണുണ്ടാക്കാം, കൂടെ മണ്ണുണ്ടാക്കാം. കൂടെ മണ്ണുണ്ടാക്കിയാൽ എന്താ ഗുണം? മണ്ണുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല അഗ്രികൾച്ചർ ഉണ്ടാവും ഇല്ലേ? പുതിയ കൃഷി രീതികളുണ്ടാവും. അങ്ങനെ പുതിയ കൃഷി രീതി ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷ്യസുരക്ഷ ഉണ്ടാവും. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. പുതിയ നാനോ മെറ്റീരിയൽസിനെ കുറിച്ചാണ് വേറെ സംസാരിച്ചത്, വെള്ളത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. അപ്പോൾ എല്ലാ രംഗത്തും ഇങ്ങനെ നടക്കുന്ന അഡ്വാൻസസ് ഉണ്ട്. എനിക്ക് ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ ലാബിൽ കിടന്ന് മരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം അവസാനത്തെ നിമിഷം വരെ എന്ന് കരുതുന്ന ആളാണ്. അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട്, പല ലോകത്ത് പലയിടത്തുണ്ട്. അങ്ങനെ ഉള്ളൊരു സൗകര്യം ഉണ്ടെങ്കിൽ എന്തു ചെയ്യാം? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം അത് പ്രാവർത്തികമാക്കാൻ പറ്റും. ഈ പറയണ വെള്ളത്തുള്ളിയിൽ നിന്ന് മണ്ണുണ്ടാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ലോകത്തെല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ പറ്റും. ഞാൻ ഈ ആർസെനിക് എന്ന് പറഞ്ഞില്ലേ, ഈ ആർസെനിക് എന്ന് പറയുന്നതിൻ്റെ സൊല്യൂഷൻ നമ്മുടെ ഉണ്ട് ഇല്ലേ? അപ്പോൾ ലോകത്തിൽ ആർസെനിക്കിൻ്റെ ആവശ്യമുണ്ടോ? ആർസെനിക് ഉണ്ടാവരുതല്ലോ. ആർസെനിക്കുള്ള വെള്ളം ആരും കുടിക്കരുതല്ലോ അല്ലേ? അങ്ങനെ ആലോചിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്? അങ്ങനെയൊക്കെ കാര്യങ്ങളിലേക്ക് ചെയ്യണം എന്നാണ് എനിക്ക് താല്പര്യം. അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതാണ് സാറിൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റായിട്ട് ഇപ്പോൾ ഉള്ളത്? ഇപ്പോൾ ഡ്രീം പ്രൊജക്റ്റ് എന്ന് പറയുന്നത് വെള്ളത്തുള്ളിയെക്കുറിച്ചുള്ള അന്വേഷണമാണ്. നാളെ കുറച്ചുകൂടി റിസോഴ്സസൊക്കെ ഉണ്ട് എങ്കിൽ വെള്ളം എങ്ങനെ കൂടുതൽ ഫലപ്രദമായിട്ട് ശുദ്ധീകരിക്കാം എന്നാണ് ആലോചിക്കുന്നത്. ഫലപ്രദമായിട്ട് ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് അതിനുള്ള വഴിയൊക്കെ ഉണ്ട്. പക്ഷെ അതിനൊക്കെയും എനർജി ആവശ്യമുണ്ട്. ഇതിൽ കുറഞ്ഞ എനർജി കൊണ്ട് എങ്ങനെ ശുദ്ധീകരിക്കാം? അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ എല്ലാവർക്കും വെള്ളം കൊടുക്കാൻ പറ്റില്ലേ? അപ്പോൾ ഇന്നെൻ്റെ സ്കെയിൽസ് വളരെ വലുതാണ്, അത്രയേ ഉള്ളൂ. ഇന്ന് ഞാൻ ആലോചിക്കുന്നത് എല്ലാവർക്കും കൊടുക്കാനോ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന തരത്തിൽ
ഒരു ടെക്നോളജിയെക്കുറിച്ചും സയൻസിനെ കുറിച്ചുമാണ് ഞാൻ ആലോചിക്കുന്നത്. അതെ. സോ ഫൈനലായിട്ട് ഒരു ക്വസ്റ്റ്യനും കൂടെ സാർ, അതായത് സാറിന് ഇവിടെ ഇൻവിറ്റേഷൻ കിട്ടി, അപ്പോൾ എന്തെങ്കിലും ഒരു എക്സൈറ്റിംഗ് ഫാക്ടർ കാണുമല്ലോ ഈ കോളേജിലേക്ക് വരാനും ഇവിടെ ഒരു ടോക്ക് ഷോ ചെയ്യാനും. എന്തായിരുന്നു സാറിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നൊരു ഫാക്ടർ? വിഷ്ണു, ഇന്നിപ്പോൾ ഞാൻ റോയൽ സൊസൈറ്റിയിൽ പോകേണ്ട മനുഷ്യനായിരുന്നു. ഇന്ന് ലണ്ടനിൽ എനിക്ക് ഇൻവിറ്റേഷൻ ഉണ്ട്. ഇന്ന് ഒരു ഡിസ്കഷൻ മീറ്റിങ്ങിന്, ഇന്ത്യ UK ഡിസ്കഷൻ മീറ്റിംഗ്. ഞാനത് ക്യാൻസൽ ചെയ്തിട്ടാണ് വിട്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഞാനത് എന്നെ ഇൻവൈറ്റ് ചെയ്തപ്പോൾ ഒരു 5-6 മാസം മുമ്പാണ്. അന്ന് ഞാൻ കൊടുത്ത എൻ്റെ ഡേറ്റ് അനുസരിച്ചാണ് ഈ പരിപാടി അവിടെ നടക്കുന്നത്. അപ്പോൾ അതിന് ശേഷം വന്ന മറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നത്തേക്ക് ഒരു ഡേറ്റിന് വേറെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെയാണ് ഞാനത് ക്യാൻസൽ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ വരുന്നത് എൻ്റെ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ്. ഞാൻ കൊടുക്കുന്ന കമ്മിറ്റ്മെൻറ്റ് ഇന്ന് എനിക്ക് വളരെ പ്രധാനമായെന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ട് മറ്റുള്ളവരെന്നെ വിളിക്കും, ശരിയാണ്. പക്ഷേ അതിൻ്റെ വലിപ്പ ചെറുപ്പങ്ങളെപ്പറ്റി ഞാൻ ആലോചിക്കുന്നില്ല. വേറൊരു രാജ്യത്തേക്ക് വിളിച്ചെന്നോ വേറൊരു കുറച്ചുകൂടി വലിയൊരു ഉയർന്ന മനുഷ്യൻ വിളിച്ചെന്നോ എന്നാലോചിക്കുന്നില്ല. ഇന്നാലോചിക്കുന്നത് എൻ്റെ കമ്മിറ്റ്മെൻറ്റ് ഞാൻ എന്താ പറയുക, അത് ഫുൾഫിൽ ചെയ്യേണ്ടതാണല്ലോ. അതുകൊണ്ട് ഞാനിവിടെ വരുന്നു. ഈ കോളേജിന് മുമ്പും ഞാൻ ഈ KV തോമസ് എൻഡോമെൻറ്റ് ലെക്ചറിന് വന്നിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പം അന്ന് വരുന്നതിനപ്പുറം ഇന്നിവിടെ വരാൻ എന്താ കാരണം എന്ന് വെച്ചാൽ, ഇത്തരമൊരു സബ്ജക്റ്റിൽ കൂടുതൽ കണ്ടിന്യൂവസ് ഇൻവോൾവ്മെൻ്റ് ആവശ്യമാണ്. ഇത് 23ാമത്തെ ലെക്ചറാണിത്, ഈ സെമിനാറാണിത്. ഇത്തരം കോളേജുകളിലൊക്കെയും നീണ്ട സംവത്സരങ്ങളിൽ ഇതിങ്ങനെ കൊണ്ടു കിടക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള കാര്യമല്ല. അത് ചെയ്യുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമാണ് കെമിസ്ട്രിയെ സംബന്ധിച്ചോളം. അതാണ് എനിക്ക് ഈ കോളേജിനോടുള്ള ഒരു അട്രാക്ഷൻ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ കമ്മിറ്റ്മെൻറ്റ്. പിന്നെ ഇന്ന് ആലോചിക്കുമ്പോൾ കേരളത്തിലെ ഹയർ എഡ്യൂക്കേഷൻ എനിക്ക് വളരെ താല്പര്യമുള്ളൊരു സബ്ജക്റ്റാണ്. ഞാൻ അതിൻ്റെ ഹയർ എഡ്യൂക്കേഷൻ റിഫോംസ് കമ്മീഷൻ, ഗവൺമെൻറ്റിൻ്റെ റിഫോംസ് കമ്മീഷൻ്റെ കൺവീനറായിരുന്നു ഞാൻ. അപ്പോൾ അതുകൊണ്ട് കഴിയാവുന്ന അവസരങ്ങളിലൊക്കെയും കേരളത്തിലെ ഹയർ എഡ്യൂക്കേഷനെ സഹായിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു കടമയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാനിവിടെ വരുന്നു. സോ എനിക്ക് തോന്നുന്നു ഇതോടുകൂടെ ഈ സെഷൻ കൺക്ലൂഡ് ചെയ്യാമെന്ന്. ഞാൻ വളരെയധികം ഗ്രേറ്റ്ഫുള്ളാണ് സാറിൻ്റെ കൂടെ ഇരുന്ന് ഇന്ന് സംസാരിക്കാൻ കിട്ടിയത്. വളരെയധികം ഗ്രേറ്റ്ഫുള്ളാണ് സാർ. ഞാൻ മാത്രമല്ല, ഈ കോളേജും ഇപ്പോൾ നടക്കുന്ന സെമിനാർ അതിന് ചുറ്റിപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അത് സാറിനെയാണ് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നത്തെ ഫസ്റ്റ് സെഷൻ സാറിൻ്റെ ആയിരുന്നല്ലോ. അപ്പോൾ സാറിന് പറഞ്ഞ പോലെ വളരെയധികം തിരക്കുള്ളൊരു വ്യക്തിത്വമാണ് സാർ. എന്നിട്ടും സാറ് ഇതിനു വേണ്ടി, പ്രത്യേകിച്ച് ഈ ഒരു ടോക്ക് ഷോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ വലിയ കാര്യമാണ്. അപ്പോൾ താങ്ക് യു സാർ ഫോർ കമ്മിങ് ടു ദിസ് ടോക്ക് ഷോ. സന്തോഷം, ഇവിടെ വന്നതാണ് വളരെ സന്തോഷം. സംസാരിച്ചതും വളരെ സന്തോഷം. ഞാൻ വളരെയേറെ താല്പര്യമുള്ള മനുഷ്യനാണെന്ന് മനസ്സിലാക്കുന്നത് വളരെ നല്ല കാര്യം തന്നെ. ഈ താല്പര്യം കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കും ഈ പറയുന്ന കോളേജിനും ഈ പ്രദേശത്തിനും ഈ രാജ്യത്തിനും വലിയ സമ്പത്തുണ്ടാവും.